ചെമ്മീൻ ഉപയോഗിച്ചുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്, പ്രോൺസ് പൗച്ച്. ഈ എപ്പിസോഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമുക്ക് രണ്ടുപേരാണ് നമുക്കൊപ്പം ഈ ഡിഷ് പരിചയപ്പെടുത്താനുള്ളത്. ഉമ്മയും മോളും ആണ്, ലുത്ഫിയയും മകൾ അസ്ബയും. ലുത്ഫിയയും അസ്ബയും. അസ്ബയ്ക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്, ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ലുത്ഫി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പ്രോൺസ് പൗച്ച് അല്ലേ? പേര് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. പ്രോൺസ് പൗച്ച് വിത്ത് കോക്കനട്ട് സോസ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? ആക്ച്വലി പ്രോൺസ് പൗച്ച് വിത്ത് കോക്കനട്ട് സോസ് ആണ്. അപ്പോൾ 3 steps ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഫില്ലിംഗ് ആക്കുന്നുണ്ട്. അപ്പോൾ പ്രോൺസും അതേപോലെ ഓണിയനും അത് കുറച്ച് മസാലസൊക്കെ ആഡ് ചെയ്തിട്ടൊരു ഫില്ലിംഗ് ആക്കുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ക്രേപ്പ് വെച്ചിട്ട് നമ്മൾ ആ പൗച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രേപ്പ് ഉണ്ടാക്കുന്നത്, അത് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ സോസ്, അത് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു സോസും. ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ടർമറിക് പൗഡറും ചില്ലി പൗഡറും വെച്ച് മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് നമ്മൾ കോക്കനട്ട് ഓയിൽ, ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ഓയിൽ തന്നെ ഫ്രൈ ചെയ്തതാണ് ഇത്. അത് ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ആണ്. അമ്മയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് എന്താ വേണ്ടത്? നമുക്ക് ഈസ്റ്റേണിന്റെ കോക്കനട്ട് ഓയിൽ വേണം. ഓക്കെ ഓക്കെ, ഇതാ കോക്കനട്ട് ഓയിൽ ഉണ്ട്. 3 tablespoon ആണ് നമ്മൾ ഇടുന്നത്. ഇനി എന്താ വേണ്ടത്? എണ്ണ ചൂടാവാനായിക്കണം. അപ്പൊ നമുക്ക് ഈസ്റ്റേണിന്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെക്കാം. ഓക്കെ, പേസ്റ്റ് 1 ടീസ്പൂണാ? 1 ടീസ്പൂൺ. ഇനി നമുക്ക് സോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത് നമ്മൾ 1 ടീസ്പൂണാ? ഓക്കെ. അസ്ബ വലിയ ഷെഫാണ് കേട്ടോ, സ്വന്തമായിട്ട് വീഡിയോ കുക്കിംഗ് ചാനലൊക്കെ ഉള്ള ആളാണ്. എന്താ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അമ്മൂസ് കിച്ചൻ. വലുതായിട്ട് ആരാവാനാ ഇഷ്ടം? ഷെഫ് ആവാനാ ഇഷ്ടം? സ്കൂളിലൊക്കെ ഷെഫ് ആവാനാണ് ഇഷ്ടം. ചോദിക്കുമ്പോൾ ഷെഫ് ആവാൻ. ഇനി നമുക്ക് ഓണിയൻ ഇട്ടാലോ? ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും ഒക്കെ നമ്മൾ ഓയിലിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത്. പക്ഷെ ചില ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓണിയന് ഒന്ന് വാടിയതിന് ശേഷം ഇടും. അപ്പൊ അതിലൊക്കെ ഫ്ലേവർ ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഫ്ലേവർ. ഇതാവുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പൊ കരിഞ്ഞു പിടിക്കൊന്നുമില്ല. ഇല്ല, നമ്മൾ അപ്പോഴേക്ക് ഉള്ളി ഇടും. അല്ലെങ്കിൽ അടിയിൽ പിടി, അപ്പോഴേക്ക് നമ്മൾ ഉള്ളി ഇടും. കുറച്ച് ഉപ്പിടണം. ഉള്ളി ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരോ മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈസ്റ്റേണിൻ്റെ ചില്ലി പൗഡർ, ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റേണിൻ്റെ തന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് 1/4 ടീസ്പൂണൊക്കെ മതി. ഇത്തിരി പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയെന്ന് തോന്നുന്നു അല്ലേ? ഫില്ലിംഗ് ഓൾമോസ്റ്റ് റെഡിയായി. മസാലയും അതുപോലെ പ്രോൺസും ഓണിയനൊക്കെ നന്നായിട്ട് ചേർന്ന് അതിലായിട്ടുണ്ട്. അപ്പം ഇനി ലാസ്റ്റ് നമുക്ക് ഗരം മസാല ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ. ഇനി ലാസ്റ്റ് നമുക്ക് മല്ലിയില ചേർക്കാം. ഓക്കെ, അപ്പോൾ ഫില്ലിംഗ് റെഡിയായി. അപ്പോൾ പ്രോൺസ് പൗച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് എന്താണ്? ക്രേപ്പ്. ആരാ ചെയ്യാൻ പോകുന്നത്? അമ്മോ ചെയ്യാൻ പോകുന്നേ? എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് 1 കപ്പ് ഫ്ലോർ നമ്മൾ ആഡ് ചെയ്യാം. ക്രേപ്പ് ഉണ്ടാക്കാൻ മിൽക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു. മിൽക്ക് അല്ലേ? ഇനി ഒന്ന് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിക്കാം. ഓക്കെ, ഉപ്പ്. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി ഈ ഫില്ലിങ് നമുക്ക് ഈ ക്രേപ്പിലിട്ടിട്ട് നമുക്ക് പൗച്ച് പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒന്നുകിൽ ബോക്സ് ആക്കാം, പൗച്ച് ആക്കാം. പക്ഷെ കൂടുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അമ്മു, നമ്മുടെ പ്രോൺസ് പൗച്ച് വിത്ത് കോക്കനട്ട് സോസ് അതിൻ്റെ ഏതാണ്ട് 2 സ്റ്റെപ്പ് കഴിഞ്ഞു. 3 സ്റ്റെപ്പ് എന്നല്ലേ ആദ്യം പറഞ്ഞത്? അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കി, അതുപോലെ ക്രേപ്പ് ഒക്കെ ഉണ്ടാക്കി, അതൊക്കെ പൗച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോകും. ആദ്യം ഒരു 2 ടേബിൾ-സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റാക്കുന്നത്. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ ഗാർലിക്ക് മിൻസ് ചെയ്തത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈസ്റ്റേണിന്റെ കോക്കനട്ട് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ഉണ്ട് ഈസ്റ്റേണിന്റെ. ഇനി ലാസ്റ്റ് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. സീക്രട്ടോ? എന്താ? പാലക് പ്യൂരി.
ഇനി സോസ് ആക്കുന്ന അതും കൂടി ഈ സോസ് ആക്കുന്ന ടൈം കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല, തേങ്ങാപ്പാലല്ല, അപ്പോൾ പിരിഞ്ഞു പോയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് പൗച്ച് വിത്ത് കോക്കനട്ട് സോസ് റെഡി ആയല്ലേ അമ്മു? ഇതെങ്ങനെയാ നീ സെർവ് ചെയ്യുന്നത് എങ്ങനെയാ? ഇത് ഇപ്പം നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ആക്കി പൗച്ചാക്കി. അപ്പോൾ ഈ പൗച്ചിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയ സോസ് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ അമ്മുവിൻ്റെ ഉമ്മയും കൂടി ഉണ്ടാക്കിയ പ്രോൺസ് പൗച്ച് വിത്ത് കോക്കനട്ട് സോസ് റെഡി. കുട്ടി ഷെഫ് അമ്മുവിനും അമ്മുവിൻ്റെ ഉമ്മാക്കും കൂടി ഈസ്റ്റേൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. ഇത് ഗൾഫ് ഫോക്കസിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു.